ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു വാട്ട ഇറ്റാട്ടോ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ദേ കട്ടൻ കാപ്പി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ കട്ടൻ കാപ്പി റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ പാൻ എടുത്ത് ആദ്യം വെക്കണം. നമ്മളിന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഓംലെറ്റ് ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ തക്കാളിയും കുറച്ച് സവാളയും പച്ചമുളകും മാത്രമായിട്ട് ഇട്ടേക്കണം. കുറച്ച് ഉപ്പുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് മതി നമുക്ക് വിശപ്പ് മാറാനായിട്ട്. അപ്പോൾ ഇതാട്ടോ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത്. അല്ല, ഞാൻ രാവിലെ ഒരു വെറും കാപ്പി ആട്ടോ ഫസ്റ്റ് കുടിക്കുന്നത്. ഇതിനകത്ത് വലിയ കാര്യമായിട്ട് ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ ചെറിയൊരു ചൂടോടുകൂടി ഇങ്ങനെ കാപ്പിയോ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കാഴ്ചയൊക്കെ കുറച്ച് നേരം ആസ്വദിച്ച് കുടിക്കാൻ എന്ത് രസമാണല്ലോ. അപ്പോൾ ഞാൻ അടക്കം ഇങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കഴിച്ചത് ഓംലെറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ചൂടോടുകൂടി അതിൻ്റെ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ മുരിഞ്ഞിരിക്കണം, അതാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ഞാൻ വേഗം അത് കഴിക്കുവാണ്. പിന്നെ നമ്മൾ കഴിച്ചത് ഒരു പൊട്ടുവെള്ളരിയുടെ ജ്യൂസായിരുന്നേ. അപ്പോൾ അതും കുടിച്ചു. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പേരക്ക കേട്ടോ കഴിച്ചത്. ഇതൊരു മീഡിയം പേരക്കയായിരുന്നേ. നല്ല മധുരം ഉണ്ടായിരുന്നു. കുറേ നാളെ ഇങ്ങനത്തെ ഒരു പേരക്ക കിട്ടിയിട്ട്. സാധാരണ കടയിൽ നിന്നും അത്ര മധുരം ഇല്ലാത്തതായതുകൊണ്ട് അങ്ങനെ വാങ്ങാറില്ല. നല്ല വൈറ്റ് കളറും നല്ല മധുരമുള്ള പേരക്കയായിരുന്നു. പിന്നെ ഫ്രിഡ്ജിലും കൂടി വെച്ചതായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തണുത്തപ്പോൾ അതാട്ടോ കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് ചോറിന് നമുക്ക് നല്ല ചാളക്കറി ഉണ്ടായിരുന്നു. പിന്നെ ഒരു തോരൻ ക്യാരറ്റിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു മെഴുക്കുവരട്ടി പോലെ എല്ലാ വെജിറ്റബിൾസും ചേർന്നൊരു കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ കഴിക്കാനുണ്ടായിരുന്നത്. ക്യാരറ്റ് അങ്ങനെയുള്ള മധുരമുള്ള എന്തെങ്കിലും പച്ചക്കറി, ഈ മീൻകറി പോലത്തുള്ള ഐറ്റംസിനൊക്കെ കൂട്ടി കഴിക്കുന്നത്. പിന്നെ നല്ല ഒന്നാന്തരം പുന്നീരിയുടെ ചോറായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടി ഞാൻ കഴിച്ചു. പിന്നെ ഇങ്ങനെ മുളകൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻകറിയിൽ നിന്ന് ഇങ്ങനെ മുളകൊക്കെ എടുത്ത് കഴിക്കണത്. ആ മുളകിന് ആ മീനൊക്കെ എനിക്കിഷ്ടം ഇങ്ങനത്തെ മുളക്, ആ മീൻകറിയിലെ മുളകാട്ടാൻ ഇല്ലാത്തൊരു ടേസ്റ്റാണ്. രാത്രി നമ്മൾ ഏത്തക്ക പുഴുങ്ങിയതും ഉച്ചക്കത്തെ മീൻകറി ആയിരുന്നു കേട്ടോ കഴിച്ചത്. പിന്നെ കൂട്ടത്തിൽ ചെറിയ ക്യാരറ്റ് സൂപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ആയിരുന്നേ കഴിച്ച്, വേറൊന്നും കഴിച്ചില്ല പിന്നെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.